ഹായ് ബഡീസ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നമ്മുടെ സ്വന്തം നാടായിട്ടുള്ള കോഴിക്കോട് ജില്ലയിലെ മനോഹരമായിട്ടുള്ള ചാലിയം ബീച്ചിലാണ്. ബേപ്പൂർ ബീച്ചിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ് ഈ ചാലിയം ബീച്ച് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളൊരു രാത്രി സമയത്താണ് ഇവിടെ എത്തിയിരിക്കുന്നത്. രാത്രി സമയത്തെ ചാലിയത്തിൻ്റെ ഭംഗിയൊന്ന് വേറെ തന്നെയാണ്. ഇപ്പോൾ നല്ല രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കുടുംബത്തോടൊപ്പം ആണെങ്കിലും കൂട്ടുകാർക്കൊപ്പം നിങ്ങൾ കപ്പിൾസ് ആണെങ്കിലും നിങ്ങളുടെ മനോഹരമായ നിമിഷങ്ങൾ പങ്കുവെക്കാൻ പറ്റിയൊരിടമാണ് ചാലിയം എന്ന് പറയുന്നത്. രണ്ട് സൈഡുകളിലായിട്ട് ഒരുപാട് സ്ട്രീറ്റ് ലൈറ്റുകളും അതുപോലെ കടകളിലെ ലൈറ്റുകളും അങ്ങനെ മനോഹരമായിട്ടുള്ള ഒരു ആംബിയൻസ് ആണ് ഇപ്പോൾ നമുക്ക് കിട്ടുന്നത്. ഒരുപാട് കുടുംബങ്ങൾ, സുഹൃത്തുക്കൾ, അങ്ങനെ തിരക്കുള്ള ഒരു പ്രത്യേക അന്തരീക്ഷമാണ് ഇപ്പോൾ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. അപ്പോൾ കൂടുതൽ സമയം കളയാതെ നമുക്ക് ചാലിയം ബീച്ചിൻ്റെ രാത്രി കാഴ്ചകൾ ആസ്വദിക്കാം. ഈ രാത്രി കിട്ടുന്ന കടൽക്കാറ്റ്, പിന്നെ ശാന്തമായിട്ടുള്ള ഒരു അന്തരീക്ഷം, അത് മാത്രം മതി നമുക്ക് സമാധാനത്തിന് വേണ്ടിയിട്ട്. ഇപ്പോൾ കുറച്ച് ലൈറ്റൊക്കെ ഇട്ടത് കുറച്ചും കൂടി ഒന്ന് മോടി കൂട്ടിയിട്ടുണ്ട്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇത്രയും സൗകര്യങ്ങളൊന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല. ഇപ്പം നല്ല റോഡുകൾ വന്നു, നടപ്പാതകൾ വന്നു, നല്ല രീതിയിൽ വികസനം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് രാത്രിയായാലും പകലായാലും സുരക്ഷിതമായിട്ട് ഇവിടെ നമുക്ക് സമയം ചെലവഴിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അന്ന് കുടുംബങ്ങളും വിനോദസഞ്ചാരികളും ഒക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഡെസ്റ്റിനേഷനായി ഇപ്പോൾ ചാലിയം മാറിയിട്ടുണ്ട്. അത് മാത്രമല്ല, ചാലി എന്ന സ്ഥലത്തിന് വളരെ സമ്പന്നമായ ഒരു ചരിത്രം കൂടിയുണ്ട്. കുറച്ച് ക്ലീശയാണ്, എന്നാലും പറയാം. ഭാരതത്തിന്റെ പടിഞ്ഞാറൻ തീരത്തെ പ്രധാന വ്യാപാര കേന്ദ്രങ്ങളിൽ ഒന്നായിരുന്നു ഈ പ്രദേശം. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അറബ് വ്യാപാരികൾ, പിന്നീട് യൂറോപ്യൻ ശക്തികൾ ഈ തീരപ്രദേശ വ്യാപാര ആവശ്യങ്ങൾക്കായി നല്ല രീതിയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. 16-ാം നൂറ്റാണ്ടിൽ പോർച്ചുഗീസുകാർ ഇവിടെ ഒരു കോട്ട നിർമ്മിച്ചിരുന്നു. അതാണ് ചാലിയം കോട്ട. അന്നത്തെ കാലഘട്ടത്തിൽ വളരെ പ്രധാന സൈനിക കേന്ദ്രമായി. മലബാർ ചരിത്രത്തിൽ സാമൂതിരിയുടെയും പോർച്ചുഗീസുകാരുടെയും ഏറ്റുമുട്ടലുകളിൽ ചാലി ഒരു പ്രധാന വേദിയായിരുന്നു. ഇന്ന് ആ ചരിത്രത്തിന്റെ അവശേഷിപ്പുകൾ വളരെ കുറവായിരുന്നാലും ഈ പ്രദേശത്തിന്റെ ഓരോ മണൽത്തരിയിലും ആ പഴയ കഥകളുടെ ഓർമ്മകൾ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട്. ചരിത്രം ഇഷ്ടപ്പെടുന്നവർക്ക് ചാലിയം ഒരു സാധാരണ ബീച്ച് മാത്രമല്ല, പഴയ മലബാറിന്റെ ഒരു ജീവനുള്ള സാക്ഷ്യപത്രം കൂടിയാണ്. അതൊക്കെ വിട്ട് കുടുംബങ്ങളോടൊപ്പം എത്തുന്നവരും സുഹൃത്തുക്കളുമായി സമയം ചെലവഴിക്കുന്ന യുവാക്കളും കടൽക്കാറ്റ് ആസ്വദിക്കുന്ന മുതിർന്നവരൊക്കെ ആയിട്ട് ഇവിടെ നല്ല തിരക്കാണ്. ഇപ്പോൾ രാത്രിയിലെ ഈ ലൈറ്റ് ചാലിയം ബീച്ചിന് ഒരു പുതിയ മുഖം തന്നെയാണ് കൊടുക്കുന്നത്. ഭക്ഷണ സ്റ്റാളുകളും ചെറുകടകളൊക്കെ ഇവിടെ സജീവമാണ്. ചായ, കാപ്പി, ഐസ്ക്രീം, സ്നാക്സ് അങ്ങനെ തുടങ്ങി എല്ലാ ഐറ്റവും ഇവിടെ കിട്ടും. ആസ്വദിച്ചുകൊണ്ട് കടലിൻ്റെ ശബ്ദം കേട്ട് ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ കഴിക്കുക, അതന്നെ ഒരു പ്രത്യേക സുഖമാണ്. കടലിലെ തിരമാലകൾ, ഇരുട്ട്. ചാലി ഇന്ന് വലിയ മാറ്റങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു പ്രദേശമാണ്, പറയാതിരിക്കാൻ വയ്യ. ടൂറിസ്റ്റ് സാധ്യതകൾ അത് തിരിച്ചറിഞ്ഞ് നിരവധി മാറ്റങ്ങൾ അല്ലെങ്കിൽ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്നുണ്ട്. നിങ്ങൾ രാവിലെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ സ്പീഡ് ബോട്ട് ചെയ്യാം, ഹൗസ് ബോട്ട് ചെയ്യാം, പലവിധ വാട്ടർ ആക്ടിവിറ്റീസ് ചെയ്യാം, ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഉണ്ട്. അങ്ങനെ ഒരുപാട് ആക്ടിവിറ്റീസ് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ നടപ്പാതകൾ, ഇരിപ്പിടങ്ങൾ, അലങ്കാര ലൈറ്റുകൾ, പാർക്കിംഗ് സൗകര്യങ്ങൾ, ഇങ്ങനെ ഒരുപാട് ഫെസിലിറ്റീസ് നമുക്ക് സന്ദർശകർക്ക് കൂടുതൽ സൗകര്യപ്രദമായ അനുഭവം. പ്രദേശത്തുള്ള ജനങ്ങൾക്ക് തൊഴിലവസരങ്ങളും ഈ വികസനത്തിലൂടെ ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ചെറുകിട വ്യാപാരികളും ഫുഡ് സ്റ്റാളുകളും ഇപ്പോൾ കൂടുതൽ സജീവമാണ്. കോഴിക്കോട് നഗരത്തിൽ നിന്ന് വളരെ എളുപ്പത്തിൽ എത്തിച്ചേരാൻ കഴിയുന്ന വിനോദസഞ്ചാര കേന്ദ്രമാണ് ചാലിയം. വികസനങ്ങൾ ഉത്തരവാദിത്തത്തോടു കൂടി മുന്നോട്ട് പോകുമ്പോൾ പ്രകൃതിയും സംരക്ഷിക്കപ്പെടും, ടൂറിസം വളരുകയും ചെയ്യും. കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കാൻ പറ്റിയ ഒരിടം അന്വേഷിക്കുന്നവർക്ക് ചാലിയം നല്ലൊരു ഓപ്ഷനാണ്. കുട്ടികൾക്ക് ഓടി നടക്കാനും കളിക്കാനും വിശാലമായ സ്ഥലങ്ങളും ഉണ്ട്. മാതാപിതാക്കൾക്ക് ശാന്തമായി ഇരുന്ന് കടൽക്കാഴ്ച ആസ്വദിക്കാം. തിരക്ക് പിടിച്ച ജീവിതത്തിൽ നിന്നൊക്കെ കുറച്ച് മാറി കുടുംബത്തോടൊപ്പം ചിലവഴിക്കുന്ന നിമിഷങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അത്തരം നിമിഷങ്ങൾ സൃഷ്ടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പം അതുപോലുള്ള ഇടങ്ങൾ വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. മൊബൈൽ ഫോണുകളിൽ നിന്ന് കുറച്ചു നേരം മാറി പ്രകൃതിയോട് ചേർന്ന് കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കാനുള്ള മികച്ചൊരു അവസരമാണത്. അപ്പോൾ ഓക്കെ, നമ്മുടെ ചാലിയം ബീച്ച് നൈറ്റ് റൈഡ് അവസാനിക്കുകയാണ്. ചരിത്രവും പ്രകൃതിയും വികസനവും കുടുംബവും സൗഹൃദവും അന്തരീക്ഷവും ഒത്തുചേരുന്ന ഒരു മനോഹരമായ സ്ഥലമാണ് ചാലിയം. കോഴിക്കോട്ടേക്ക് വരുന്നവർ തീർച്ചയായും ഒരിക്കലെങ്കിലും ഇവിടെ സന്ദർശിക്കണം. ഈ രാത്രി കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി അറിയിക്കുക. ഇനിയും ഇത്തരം യാത്രാ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത യാത്രയിൽ വീണ്ടും കാണാം. നന്ദി, ശുഭരാത്രി.